ഹരിഹരവർമ്മ എന്ന രത്നവ്യാപാരിയെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. 2012 ഡിസംബർ 24-നാണ് വർമ്മ കൊല്ലപ്പെട്ടത്. വർമ്മ ആരാണെന്നോ വർമ്മയുടെ കൈവശമുണ്ടായിരുന്ന കോടികളുടെ രത്നശേഖരം എവിടെ നിന്നാണെന്നോ കണ്ടെത്താനാകാതെയാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണമാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. 2012 ഡിസംബർ 24-നാണ് ഹരിഹരവർമ്മ എന്ന 60-കാരൻ കൊല്ലപ്പെടുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള അഡ്വക്കേറ്റ് ഹരിദാസിന്റെ ബന്ധുവീട്ടിൽ വെച്ചായിരുന്നു മരണം. കോടികൾ വിലമതിക്കുന്ന 900-ലധികം രത്നശേഖരം വിൽക്കുന്നതിനിടയിലാണ് വർമ്മ കൊല്ലപ്പെട്ടത്. മാവേലിക്കര രാജകുടുംബാംഗം എന്ന നിലയിലായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. പിന്നീട് വർമ്മയെക്കുറിച്ച് അറിയില്ല എന്ന് പോലീസ് പറഞ്ഞതോടെ ഹരിഹരവർമ്മ ആരാണ് എന്ന് കണ്ടെത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി അന്ന് തന്നെ പ്രത്യേക പോലീസ് സംഘത്തെയും രൂപീകരിച്ചുവെങ്കിലും ഇപ്പോൾ അന്വേഷണം നിലച്ചിരിക്കുകയാണ്. വർമ്മ ആരാണെന്നോ വർമ്മയുടെ കൈവശമുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ എവിടെ നിന്നായിരുന്നു എന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങളായിരുന്നു വർമ്മയുടെ കൈവശം ഉണ്ടായിരുന്നതെന്ന് വിദഗ്ധ പരിശോധനയിലും കണ്ടെത്തിയിരുന്നു. വർമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വർമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്ന കേസ് നിലച്ചതോടെ കൊല്ലപ്പെട്ട വർമ്മ ആരാണെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശബരിമലയിൽ മാളികപ്പുറം മേൽശാന്തിയെ പോലീസ് തടഞ്ഞതായി ആക്ഷേപം. കാണിക്ക പണവുമായി അയ്യപ്പ സന്നിധിയിലെത്തിയ മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് പോലീസുകാർ തടഞ്ഞത്. പിന്നീട് ദേവസ്വം ഗാർഡുമാരാണ് മേൽശാന്തിയെ നടയിലേക്ക് വിട്ടത്. ദീപാരാധനയ്ക്ക് ശേഷം മാളികപ്പുറത്തു നിന്നും മേൽശാന്തി എല്ലാ ദിവസവും അയ്യപ്പ സന്നിധിയിലെത്തി കാണിക്കപ്പണം സമർപ്പിക്കാറുണ്ട്. വടക്കേ നടവഴിയെത്തി കാണിക്കപ്പണവും സമർപ്പിച്ച ശബരിമല തന്ത്രിയെയും മേൽശാന്തിയെയും കണ്ട് പ്രസാദവും നൽകി മടങ്ങുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ ദിവസം കാണിക്കപ്പണവുമായി എത്തിയ മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണനെ വടക്കേ നടയിൽ പോലീസുകാരൻ തടയുകയായിരുന്നു. മാളികപ്പുറം മേൽശാന്തിയാണെന്ന് ഒപ്പമുണ്ടായിരുന്ന ഗൺമാൻ പറഞ്ഞിട്ടും പോലീസുകാരൻ തന്നെ കടത്തിവിട്ടില്ലെന്ന് മേൽശാന്തി പറയുന്നു. എന്തായാലും പറയാം, അവരത് മനസ്സിലാക്കേണ്ടതാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. അവര് മറ്റുള്ളവരിൽ നിന്നത് ഇത്ര ഗൗരവമായിട്ടൊരു വ്യക്തി പോകുമ്പോൾ ഓഫീഷ്യൽസിനോട് മനസ്സിലാക്കേണ്ടതാണ് ആരായാലും. പിന്നീട് ദേവസ്വം ഗാർഡുമാരെ എത്തിയ ശേഷമാണ് തന്നെ നടയിലേക്ക് വിട്ടതെന്നും സംഭവം തന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് നേരെ തന്ത്രി അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞു അവരായിട്ട് നിർവഹിക്കേണ്ടി വരും ചടങ്ങ്. എന്നാൽ സംഭവത്തിൽ തനിക്ക് പരാതിയില്ലെന്നും മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. തീർത്ഥാടകരോട് ചില പോലീസുകാർ പരുഷമായി പെരുമാറുന്നുവെന്ന പരാതി വ്യാപകമാവുന്നതിനിടെയാണ് മാളികപ്പുറം മേൽശാന്തിക്കും പോലീസുകാരനിൽ നിന്ന് ദുരനുഭവമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ദാദ്രി കൊലയ്ക്ക് കാരണം ബീഫ് അല്ലെന്ന് ചൂണ്ടിക്കാട്ടി UP പോലീസിന്റെ കുറ്റപത്രം. 2 പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 15 പേരെ പ്രതിപട്ടികയിൽ ചേർത്താണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. കേസ് ഡയറിയിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ബീഫ് വിഷയമാണ് കുറ്റപത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് മധ്യവയസ്കനെ തല്ലിക്കൊന്ന കേസിലാണ് UP പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 15 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. പ്രാദേശിക BJP നേതാവിന്റെ മകൻ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകരും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ കൊലപാതകത്തിന് കാരണം ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ചുള്ള ആക്രമണമായിരുന്നെന്ന് സൂചിപ്പിച്ചിട്ടില്ല. കേസ് അന്വേഷണ പുരോഗതി സമയത്ത് കേസ് ഡയറിയിൽ പശുവിറച്ചി സൂക്ഷിച്ചെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിക്കുകയായിരുന്നെന്ന് വീട്ടുകാരും ദൃക്സാക്ഷികളും മൊഴി നൽകിയത് രേഖപ്പെടുത്തിയിരുന്നു. മുഹമ്മദിന്റെ വീട്ടിൽ സൂക്ഷിച്ചത് പശുവിറച്ചിയായിരുന്നെന്ന ഫോറൻസിക് റിപ്പോർട്ടും കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയെന്ന് അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് അനുരാഗ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമായി. സംഘടിതമായ പ്രേരണയാൽ ആളുകൾ ആക്രമിക്കുകയായിരുന്നെന്നാണ് പോലീസ് ഭാഷ്യം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജീവനക്കാരുടെ അഭാവം മൂലം വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. 345 ജീവനക്കാർ വേണ്ടെടുത്ത് വിയ്യൂരിലുള്ളത് 78 ജീവനക്കാർ മാത്രം. ഉൾക്കൊള്ളാനാവുന്നതിലും അധികം തടവുകാരും എത്തിയതോടെ ക്രമീകരണങ്ങൾ താളം തെറ്റുകയാണ്. 4 ബ്ലോക്കുകളിലായി 44 സെല്ലുകളുള്ള വിയ്യൂർ സെൻട്രൽ ജയിലിൽ 523 തടവുകാരെ പാർപ്പിക്കാനാണ് സൗകര്യമുള്ളത്. നിലവിൽ 670 തടവുകാരാണ് വിയ്യൂർ ജയിലിലുള്ളത്. ജയിൽ ചട്ടപ്രകാരം 1:6 എന്ന അനുപാതത്തിലാണ് വാർഡന്മാരെ നിയമിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ ജോലി ചെയ്യുന്നതിനായി 345 ജീവനക്കാരെയാണ് ആകെ ആവശ്യമായി വരുന്നത്. വിയ്യൂരിൽ ഉള്ളതാകട്ടെ വെറും 78 വാർഡന്മാരുടെ തസ്തികകൾ മാത്രം. സംസ്ഥാനത്തെ ജയിലുകളുടെ സ്ഥിതി പഠിക്കാൻ നിയോഗിച്ച നിയമസഭാ ഉപസമിതി അടിയന്തരമായി ജയിൽ ജീവനക്കാരുടെ തസ്തികകൾ സൃഷ്ടിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടിയുണ്ടായില്ല.
സെൻട്രൽ ജയിലുകളുടെ അവസ്ഥ പഠിക്കാൻ നിയോഗിച്ച VD സതീശൻ അധ്യക്ഷനായിട്ടുള്ള നിയമസഭാ ഉപസമിതി ജയിലിൽ വാർഡന്മാരുടെ തസ്തിക കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് നടപടികളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ ജയിൽ പ്രവർത്തനം അവതാളത്തിലായത് മാത്രമല്ല തടവുകാരെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിനടക്കം തടസ്സം നേരിടുകയാണ്. ജീവനക്കാരുടെ അഭാവം മൂലം ചികിത്സ ലഭിക്കാതെ 3 തടവുകാരാണ് ഈ വർഷം മരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശാശ്വതികാനന്ദ സ്വാമി കൊല്ലപ്പെട്ടത് തന്നെയെന്ന് ഗൗരിയമ്മയുടെ വെളിപ്പെടുത്തൽ. തന്റെ പ്രൈവറ്റ് സെക്രട്ടറി മോഹൻദാസ് ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു. സ്വാമി മരിക്കുന്ന ദിവസം ആലുവാപ്പുഴയിൽ സ്വാമിയോടൊപ്പം മറ്റൊരാൾ ഉണ്ടായിരുന്നുവെന്നും കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് ഇക്കാര്യം കണ്ടെന്നും മോഹൻദാസ് തന്നോട് പറഞ്ഞുവെന്നും ഗൗരിയമ്മയുടെ വെളിപ്പെടുത്തൽ. ശാശ്വതികാനന്ദൻ മോഹൻദാസ് എന്ന് പറയുന്ന അന്ന് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷനാണ്. അതേ എന്നോട് പറഞ്ഞത് സ്വാമിയും വേറൊരാളും അപ്പുറത്ത് ദ്വീപിൽ നിന്ന് നീന്തി വരുന്നത് കണ്ടതാണ്. അല്ലാതെ അയാൾ മരിക്കുന്നതൊന്നും അയാൾ കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ എൻ്റെ താഴെ എങ്ങനെയാണ് മരിക്കുന്നതെന്നൊന്നും അങ്ങനെ കണ്ടു. അന്നാണ് പിറ്റേ ദിവസമാണ് മരണപ്പെടുന്നത്. അന്ന് രാവിലെ മരണപ്പെടുന്നല്ലേ? അല്ല, ഞാൻ ചെന്ന അന്ന് രാവിലെ അല്ല, എൻ്റെ 2 ദിവസത്തിനാണ്. അതൊന്നും എനിക്ക് നല്ല ഓർമ്മയില്ല. 1-2 ഏതായാലും 2 ദിവസത്തിനപ്പുറം പോയിട്ടില്ല. അല്ല, ഈ നീന്തി വരുന്ന അന്നത്തെ കണ്ട അന്ന് തന്നെയാണോ മരണപ്പെടുന്നത്? അന്നാണ് മരിക്കുന്നത്. അവിടെ നിന്ന് നാളെ നീന്തി വന്ന് ഈ താഴെ വന്നാണ് മരിക്കുന്നത്. അതുകൊണ്ട് മരിക്കുന്നത് അങ്ങേര് കണ്ടില്ലെന്ന് പറഞ്ഞു. നീന്തി വരുന്ന കണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ്. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു അവരുണ്ടായിരുന്നു. അങ്ങേര് ശാശ്വതികാനന്ദൻ്റെ കൂടെ വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നീന്തി വരുന്ന ആരാണെന്നാണ് ഓർക്കായിരുന്നു. അന്ന് ശാശ്വതികാനന്ദൻ അവിടെ മരിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ വർത്തമാനം പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ആനക്കാട്ടിലൂടെ പേടിച്ചു നടന്നാണ് വയനാട്ടിൽ ഒരു വനയോര ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. പുൽപ്പള്ളി ചെകാടി വനമധ്യത്തിലുള്ള ഏകാധ്യാപക വിദ്യാലയത്തിലെത്താൻ കിലോമീറ്ററുകൾ ഇവർക്ക് സഞ്ചരിക്കണം. ആനപ്പേടിയിൽ ഇവരിൽ മിക്കവരും പഠനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പുൽപ്പള്ളി ചെതലയം റേഞ്ചിലെ പാതിരി നോർത്തിലുള്ള കാരക്കണ്ടി ആദിവാസി കോളനിയാണിത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന 30ഓളം കുട്ടികളുണ്ട് ഇവിടെ. വനമധ്യത്തിലുള്ള ഏകാധ്യാപക വിദ്യാലയമാണ് ഇവരുടെ പാഠശാല. 1 കിലോമീറ്ററോളം വനാന്തരത്തിലൂടെ നടക്കേണ്ടതുണ്ട് വിദ്യാലയത്തിലേക്ക്. കാട്ടാനകളും മറ്റ് വന്യജീവികളും വിഹരിക്കുന്ന ഘോരവനത്തിലൂടെ. ഇവിടെയാണ് സാറ് ആനയെ കിടക്കുന്നത്. ഈ വളവിൽ ഇവിടെയാണ് പിള്ളേർക്ക് ഭയങ്കര പേടി. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇപ്പോൾ ഇവിടത്തെ അതുപോലെയാണ് പേടിച്ചുകൊണ്ട് വിടുന്നത് ഇതിലേക്ക്. എല്ലാ ദിവസവും ഈ കുട്ടികളെ സ്കൂളിലെത്തിക്കാനും തിരിച്ചു കൊണ്ടുപോകാനും 2-3 രക്ഷിതാക്കൾ പണിക്ക് പോകാതെയിരിക്കും. എന്നാലും കോളനിയിലെ 10ഓളം കുഞ്ഞുങ്ങളാണ് ഈ അടുത്ത് പഠനം ഉപേക്ഷിച്ചത്. ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി ഗോത്രസാരഥി പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുവെന്ന് സർക്കാർ പറയുമ്പോഴും ഇത്തരം മേഖലകളിലെ കുട്ടികൾ പഠിക്കുന്നതെങ്ങനെയെന്ന ഭരണകൂടം കാണണം. അനൂപ് കയാർ, വയനാട്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ദില്ലിയിൽ വാഹനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ജനുവരി 1 മുതൽ ഈ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. വാഹന നമ്പർ തരംതിരിച്ചുള്ള ഓഡ് ഈവൻ നിയന്ത്രണമാണ് നടപ്പിലാകുന്നത്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. ദില്ലി മുഖ്യമന്ത്രിയുടെ കാറിനും നിയന്ത്രണം ബാധകമാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരങ്ങളിലൊന്നായി ദില്ലി മാറിയ സാഹചര്യത്തിൽ നടപ്പാക്കുന്ന വാഹന നിയന്ത്രണം ജനുവരി 1 മുതൽ നിലവിൽ വരും. ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന നമ്പറുള്ള വാഹനങ്ങൾ ഒരു ദിവസം നിരത്തിലിറക്കിയാൽ അടുത്ത ദിവസം ഇരട്ട സംഖ്യയിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ മാത്രമേ നിരത്തിലിറക്കാവൂ. നിയമം തെറ്റിച്ചാൽ 2000 രൂപ പിഴ ഈടാക്കും. CNGയിലല്ലാത്ത സ്വകാര്യ കാറുകൾ നിയന്ത്രണത്തിന്റെ പരിധിയിൽപ്പെടും. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും വാഹനവ്യൂഹത്തെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതായും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ പറഞ്ഞു. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കേന്ദ്രമന്ത്രിമാർ, MP-മാർ എന്നിവരുടെ വാഹനങ്ങൾക്കും നിയമം ബാധകമല്ല. സ്ത്രീകൾ ഡ്രൈവർമാരായ ടാക്സികളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ യാത്രക്കാർ സ്ത്രീകളോ കുട്ടികളോ മാത്രമായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഞായറൊഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും നിയമം ബാധകമാണ്. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. ആംബുലൻസ്, അത്യാവശ്യ സർവീസുകൾ എന്നിവയ്ക്ക് നിയമം ബാധകമല്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. CNGയിലോടാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്കും നിയമം ബാധകമായിരിക്കും. രാജ്യത്ത് ആദ്യമായാണ് വാഹന നമ്പർ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണം ദില്ലിയിൽ നടപ്പാക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കിടയിൽ രാജ്യതലസ്ഥാനത്ത് ഈ പരിഷ്കരണം എത്രമാത്രം പ്രായോഗികമാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ച് പ്രധാനമന്ത്രി ദേശീയഗാനം പാടുമ്പോൾ എണ്ണീറ്റി നടക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. പ്രധാനമന്ത്രിക്ക് റഷ്യയിൽ നൽകിയ സ്വീകരണത്തിനിടെയാണ് സംഭവം. നേരത്തെ ഒബാമയ്ക്ക് നൽകാൻ ദേശീയ പതാകയിൽ ഒപ്പിട്ടും മലേഷ്യയിൽ ദേശീയ പതാക തലതിരിച്ചു കെട്ടിയും മോദി പുലിവാൽ പിടിച്ചിരുന്നു. തെറ്റുകളും അബദ്ധങ്ങളും ആർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ദേശീയ പതാകയെയും ഗാനത്തെയും മനഃപൂർവ്വം അപമാനിക്കുന്നത് ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും അവിചാരിതമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ദേശീയ ഗാനത്തിനിടെ പ്രധാനമന്ത്രി നടന്ന സംഭവമാണ്. റഷ്യയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായത്. വിമാനത്താവളത്തിൽ ഇറങ്ങി ചുവന്ന പരവതാനിയിലൂടെ നടന്നു തുടങ്ങുമ്പോൾ ബാൻഡ് വാദകർ ദേശീയഗാനം ആരംഭിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ദേശീയഗാനം കേൾക്കുമ്പോൾ ചലിക്കാതെ നിൽക്കണമെന്നിരിക്കെ മോദി കൂസാതെ നടന്നു നീങ്ങുകയായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. രാജ്യത്തിന്റെ ദേശീയഗാനം കേൾക്കെ ചലിക്കാതെ നിൽക്കണമെന്ന പ്രോട്ടോകോൾ പ്രധാനമന്ത്രി ലംഘിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് നൽകാൻ ദേശീയ പതാകയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയതും വിവാദമായിരുന്നു. ഒബാമയ്ക്ക് നൽകാൻ വേണ്ടി മോദി കൊണ്ടുവന്ന പതാക വിദേശകാര്യ വക്താവ് വികാസ് ഖന്നയുടെ കയ്യിലാണ് കണ്ടത്. സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥർ വികാസ് ഖന്നയുടെ കയ്യിൽ നിന്നും പതാക തിരിച്ചുവാങ്ങുകയായിരുന്നു. ഇതും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കി. ദേശീയ പതാകയെ അപമാനിച്ചെന്നും നിയമങ്ങൾ തെറ്റിച്ചുമെന്നുമാണ് പ്രധാന ആക്ഷേപം. ഇതുകൂടാതെ മോദി ദേശീയ പതാക വിവാദത്തിൽപ്പെടുന്നത് ആസിയൻ ഉച്ചകോടിക്കിടെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസെ അബെയുമൊത്ത് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് മുമ്പിലുള്ള ചിത്രമാണ് അന്ന് വിവാദത്തിലായത്. ഫോട്ടോയിൽ ദേശീയ പതാക തലതിരിച്ചാണ് കെട്ടിയിരുന്നത്. പതാകയിൽ പച്ച നിറമുള്ള അടിഭാഗം മുകളിൽ വരുന്ന രീതിയിലായിരുന്നു ജപ്പാൻ പതാകയ്ക്കൊപ്പം ഇന്ത്യൻ പതാക സ്ഥാപിച്ചിരുന്നത്. ചിത്രത്തിൽ തലതിരിഞ്ഞ ഇന്ത്യൻ പതാക വ്യക്തമായി കാണാമായിരുന്നു. ഇങ്ങനെ തുടരെ തുടരെ അബദ്ധങ്ങൾ. ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ് ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായുള്ള അബദ്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക്. വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ അന്തിമോപചാരത്തിന് എത്തിയപ്പോൾ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോട് കണ്ണീരണിഞ്ഞ ഒരു ചോദ്യം. സൈനികർക്ക് പഴയ വിമാനം നൽകുന്നത് എന്തിനാണെന്നാണ് കൊല്ലപ്പെട്ട സൈനികന്റെ മകൾ മന്ത്രിയോട് ചോദിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോടാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട BSF രവീന്ദർ കുമാറിന്റെ മകൾ സലോനി നിറകണ്ണുകളോടെ ആ ചോദ്യം ചോദിച്ചത്. സർ, അതൊരു VIP വിമാനം ആയിരുന്നില്ലേ? പട്ടാളക്കാർക്ക് കണ്ണീരണിയാൻ എന്തിനാണ് പഴയ വിമാനം നൽകുന്നത്? മറുപടി നൽകൂ സർ എന്നുറക്കെ ചോദിച്ചുകൊണ്ടെത്തിയ പെൺകുട്ടിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും പിന്തിരിപ്പിക്കാനായില്ല. സലോനിയുടെ തുടർച്ചയായ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദനാകാനേ ആഭ്യന്തരമന്ത്രിക്കും സാധിച്ചുള്ളൂ. അപകടത്തിൽ മരിച്ച സൈനികർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു സലോനിയുടെ ചോദ്യം. കഴിഞ്ഞ ദിവസമായിരുന്നു 10 പേർ കൊല്ലപ്പെട്ട വിമാനാപകടം. ഇരട്ട എഞ്ചിനുള്ള ബീച്ച് ക്രാഫ്റ്റ് സൂപ്പർ കിങ് വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം അടിയന്തരമായി തിരിച്ചിറക്കുന്നതിനിടെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മതിലിലിടിച്ച് തീഗോളമാവുകയായിരുന്നു. 1995-ൽ BSFന് കൈമാറിയ വിമാനം 6 മാസം മുൻപാണ് കാനഡയിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. ന്യൂസ് ഡെസ്ക്. സ്ത്രീ എന്നാൽ പ്രസവിക്കാൻ മാത്രമല്ല, യുദ്ധമുഖത്ത് ഹീറോയിസം കാണിക്കാനും ഉള്ളതാണെന്ന് സിറിയൻ സൈന്യം. ISനെ തുരത്താൻ പെൺപട്ടാളവും സിറിയൻ സൈന്യത്തോടൊപ്പം ചേർന്നു. സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയെ നേരിടാൻ ഇനി പെൺകരുത്തുമുണ്ടാകും. സിറിയൻ പട്ടാളത്തോടൊപ്പം ഒരു ബറ്റാലിയൻ വനിതാ സൈനികരും ചേർന്നു. സൈന്യത്തിന് പിന്തുണയർപ്പിച്ച് പട്ടാള പരിശീലനത്തിനും വനിതകൾ പങ്കാളികളായി. ദക്ഷിണ ദമാസ്കസിലാണ് വനിതകൾ പരിശീലനത്തിലേർപ്പെട്ടത്. മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനാണ് പോരാട്ടത്തിനിറങ്ങുന്നതെന്നാണ് ഇവർ പറയുന്നത്. അൽ മഹാവീർ എന്നാണ് ബറ്റാലിയൻ അറിയപ്പെടുക. വനിതകൾക്കാണ് ബറ്റാലിയനിൽ പ്രാമുഖ്യം നൽകുക. പരിശീലനത്തിന്റെ വീഡിയോയിൽ സൈന്യത്തിൽ ചേരാൻ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സ്ത്രീകൾ വിശദീകരിച്ചു. സ്ത്രീകൾ സൈന്യത്തിൽ ചേരുന്നതിനെ അറബ് രാഷ്ട്രങ്ങൾ എതിർക്കുന്നുണ്ട്. ഈ എതിർപ്പുകളെ അവഗണിച്ചാണ് വനിതകൾ സിറിയയിൽ IS ഭീകരതയ്ക്കെതിരെ പോരാടാൻ തയ്യാറെടുക്കുന്നത്. രാജ്യത്തെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് വനിതകളുടെ ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്.
BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിക്കെതിരെ അടച്ചുപൂട്ടിയ എക്സ്പ്രസ് ദിനപത്രത്തിലെ ജീവനക്കാർ രംഗത്തെത്തി. ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതെയാണ് ചെയർമാനായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി സ്ഥാപനം ലോക്കൌട്ട് ചെയ്തതെന്നാണ് ആരോപണം. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ നിയമ നടപടിക്ക് പോയ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെയാണ് അടച്ചുപൂട്ടിയ എക്സ്പ്രസ് ദിനപത്രത്തിലെ ജീവനക്കാർ രംഗത്തെത്തിയത്. തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ചെയർമാനായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി 1999 സ്ഥാപനം ലോക്കൌട്ട് ചെയ്തിരുന്നു. പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശികയും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങളും നൽകിയിട്ടില്ലെന്നാണ് ആരോപണം. വളരെ നല്ല രീതിയിൽ നടന്നു പോയിരുന്ന സ്ഥാപനം പെട്ടെന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, ലക്ഷക്കണക്കിന് രൂപ ഡ്യൂസ് ഈ 165 തൊഴിലാളികൾക്ക് ഇപ്പോഴും അതിൽ 3 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു. സുബ്രഹ്മണ്യൻ സ്വാമി പത്രം നടത്തിയിരുന്ന 7 വർഷം ജീവനക്കാരുടെ PF, ESI ഫണ്ടുകൾ അടച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. സ്വാമിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ സഹായം തേടുമെന്നും തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.